വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും 2.5 സ്പൂൺ തൈരും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ മൂടി വെച്ച് നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് പ്രഷർ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നല്ല ജീരകം, ഗ്രാമ്പൂ, പട്ട, കുരുമുളക് ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം സവാളയും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പ്രഷറൊക്കെ നന്നായിട്ട് മാറി കുക്കർ ഒന്ന് തുറക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമ്മൾ വഴറ്റി വെച്ച് സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വേവിച്ച വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലെ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ നല്ല കട്ടിയുള്ള 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചൂട് കയറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ രുചികരമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ചിക്കൻ സ്റ്റൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.